കിളിച്ചുണ്ടൻ മാമ്പഴം. ഇപ്പോൾ ഒരു പാട്ടും സിനിമയും ഒക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നില്ലേ? അതിലെ അതേ കിളിച്ചുണ്ടൻ മാമ്പഴം തന്നെ. അച്ചാറിട്ടാലോ? നമ്മൾ വീട്ടിൽ അച്ചാറിടുമ്പോൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് മാങ്ങ അരിഞ്ഞ് അച്ചാറിടാറ്. നമുക്ക് പച്ച മാങ്ങയും പിന്നെ പഴുക്കാൻ തുടങ്ങിയ മാങ്ങയും. പച്ചയുടെ പുളിയും ഉണ്ട്, പിന്നെ പഴുത്ത മാങ്ങയുടെ ചെറിയ മധുരവും ഉണ്ട്. ഇനിയും നമുക്ക് വെളുത്തുള്ളി വേണം. ഇച്ചിരി ഏറെ മാങ്ങയുള്ളതുകൊണ്ട് ഏറെ തന്നെ വെളുത്തുള്ളിയും വേണം. അങ്ങനെ നമ്മുടെ മാങ്ങയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ അച്ചാറിലെ വെളുത്തുള്ളി ഒരുപാട് ഇഷ്ടം. ആ മൂത്ത വെളുത്തുള്ളിക്കൊരു പ്രത്യേക രുചിയാണ്. അച്ചാറിനകത്ത് നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കണം. ഇനി ഇഞ്ചി, 2 വലിയ കഷ്ണം ഇഞ്ചി വേണം. നന്നായിട്ട് നമ്മൾ ചിരണ്ടി വൃത്തിയാക്കി കുനുകുനാന്നരിഞ്ഞിരിക്കണം. വളരെ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കണം, എന്നാലേ പെട്ടെന്ന് മൂത്ത് കിട്ടത്തുള്ളൂ. അച്ചാറിൻ്റെ ഓരോരോ ചേരുവകൾ അങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ എക്സാമൊക്കെ ആവുന്ന സമയമുണ്ടല്ലോ, അന്ന് നമ്മുടെ മാവിലെ മാങ്ങയെല്ലാം പാകമായിരിക്കും. പറിക്കാൻ പാകമായാലും ഞങ്ങളതവിടെ അങ്ങനെ നിർത്തിയേക്കും. ലാസ്റ്റ് എക്സാം വരെ കാത്തിരിക്കും. ലാസ്റ്റ് എക്സാമിൻ്റെ അന്ന് സ്കൂളിൽ നിന്നൊരു വരവുണ്ട്. വന്ന് ബാഗൊക്കെ എടുത്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ എറിഞ്ഞേച്ച് ഓടി വീടിൻ്റെ മുകളിൽ കയറും. എന്നിട്ട് ആ പാകമായി നിൽക്കുന്ന മാങ്ങ ഇങ്ങ് പറിക്കും. ഉപ്പും മുളകും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് കഴിക്കും. ഇപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുന്ന പോലെ അന്ന് ഞങ്ങൾ മാങ്ങ കട്ട് ചെയ്ത് ആഘോഷിക്കും. അച്ചാറിന് ആവശ്യമായ കായം മുറിച്ചെടുത്തു. ഇനിയും ചീനിച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച ശേഷം ഇഞ്ചിയിട്ട് മൂപ്പിക്കണം. ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ഇടും. രണ്ടും എന്നിട്ട് നല്ല ബ്രൗൺ കളറാവണം. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറി. ഇനിയും വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കാം. ഏതച്ചാറായാലും എനിക്ക് അച്ചാറിലെ വെളുത്തുള്ളിയാണ് ഏറ്റവും ഇഷ്ടം. നമ്മുടെ വെളുത്തുള്ളി അങ്ങനെ മൂക്കട്ടെ, നല്ല ബ്രൗൺ കളറാവണം. എന്നാലേ ഞാൻ ഉദ്ദേശിക്കുന്ന രുചി കിട്ടത്തുള്ളൂ. മൂത്ത് വരുമ്പോഴത്തേക്കിനും മുളക് പൊടി എടുക്കാം. നമ്മളൊരു 15.5 സ്പൂൺ മുളക് പൊടി എടുക്കാം കേട്ടോ. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അഥവാ ചരടൻ മുളക് പൊടിച്ചത്. അതുകൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കും. കാശ്മീരി മുളക് പൊടി അല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും അളവിൽ മുളക് പൊടി എടുക്കേണ്ട കാര്യമില്ല. കാരണം എരിവ് കൂടുതലായിരിക്കും. എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കാവുന്നതാണ്. തന്നെയല്ല, നമുക്ക് ഏറെ മാങ്ങയുള്ളത് കൊണ്ടാണ് ഇത്രയും അളവിൽ മുളക് പൊടി എടുത്തിരിക്കുന്നത്. നമ്മൾ മുളക് പൊടി എല്ലാം എടുത്ത് മാറ്റി വെച്ചു. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ലേശം മഞ്ഞൾപ്പൊടി മതി. നമ്മൾ മുമ്പ് മുറിച്ച് വെച്ച കായമില്ലേ, ഇത്രയും വലിയൊരു കഷ്ണം കായം വേണം. നമുക്ക് ഏറെ മാങ്ങയുണ്ട്, അതുകൊണ്ട് അത്രയും വലിയൊരു കഷ്ണം വേണം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നുകൂടെ മൂക്കാനുണ്ട്. ഇങ്ങനെ ഒന്നുകൂടെ മൂത്ത് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 2-3 നുള്ള ജീരകം ഇടും. ജീരകവും ഇട്ട് മൂപ്പിക്കും. എല്ലാം ഇതിനകത്തിട്ട് മൂപ്പിക്കും. ഒരു പ്രത്യേക മണമാണ്. ആ മൂത്ത് വരുമ്പം ഒരു നല്ലൊരു മണമാണ്. മൂപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ കായവിട്ട് മൂപ്പിക്കും. കായവിട്ട് നന്നായിട്ടൊന്ന് മൂക്കണം. നന്നായിട്ട് കായം മൂത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ പൊടി എടുത്ത് വെച്ചേക്കുന്നതെല്ലാം ഇതിലേക്ക് ഇടുന്നത്. പൊടികൾ ഇടുന്നതിന് മുമ്പ് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില ഇടുമ്പോഴത്തേക്കിന് നല്ല സൗണ്ടൊക്കെ കേൾക്കും. ആ സൗണ്ടൊന്ന് കുറയുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ പൊടികളെല്ലാം കൂടി ഇടും. നമ്മൾ ഈ മുളക് പൊടി എടുത്ത് വെച്ചതിനകത്ത് ഉലുവാപ്പൊടി ഇട്ടില്ലായിരുന്നു. ഉലുവാപ്പൊടിയും ഇടും. ഉലുവാപ്പൊടി ലേശം മാത്രമേ ഇടാവുള്ളൂ. ഒരുപാട് ഇടുമ്പോൾ ആ കയ്പ്പ് മുന്നിൽ നിൽക്കും. അതുകൊണ്ട് ലേശം ഉലുവാപ്പൊടിയെ നമ്മൾ എടുത്തുള്ളൂ. ഇനിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതും കരിയാതെ നോക്കണം. തീയൊക്കെ കുറച്ച് വെച്ച് കൈ വിടാതെ നമ്മളൊന്ന് ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു. അങ്ങനെ ഇളക്കി കൊടുത്തു. എല്ലാം ഒന്ന് മിക്സ് ആവണം. നമുക്ക് ആ എണ്ണമയം മുളക് പൊടി എല്ലാം അങ്ങോട്ട് പിടിച്ച് വരുന്നിടം വരെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. കളർ കണ്ടോ? നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആണല്ലോ, അതുകൊണ്ടാണ് ഇത്രയും കളറ്. ഇനിയും ഉലുവാപ്പൊടി കണ്ടല്ലേ, കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ. നമുക്ക് ഏറെ മാങ്ങയുള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഉലുവാപ്പൊടി ഇടുന്നത്.
അല്ലെങ്കിൽ ഇത്രയൊന്നും ഇടത്തില്ല, ലേശം മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ കയ്പ്പ് നമുക്ക് ഫ്രണ്ടിൽ നിൽക്കും, ഒരു രുചി തന്നെ അങ്ങ് മാറിപ്പോവും. കണ്ടില്ലേ, നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് മൂത്ത്. ഇനി അതിലേക്ക് ഉപ്പൊഴിക്കും. ഉപ്പ് നീരാണ് നമ്മൾ ഒഴിക്കുന്നത്, അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ മയം വരുന്നത്. അല്ലെങ്കിൽ ഈ ഉപ്പാണ്, നമ്മുടെ കല്ലുപ്പ് അല്ലാതെ പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഉപ്പിടുക. അതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഉപ്പിട്ട ശേഷം മാങ്ങയും കൂടെ എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കിയാൽ മതി. ഇത് നമ്മൾ ഉപ്പ് വെള്ളം ഉള്ളത് ആയതുകൊണ്ട് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം, തിളച്ചൊന്ന് കുറുകി വരണം. ഉപ്പ് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, കാരണം വെള്ളമാണല്ലോ, വെള്ളത്തിൻ്റെ ആ ഒരു അംശം പറ്റുന്നിടം വരെ ഒന്ന് തിളപ്പിച്ച് കുറുക്കി നമ്മളെടുക്കും. എന്നാലേ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറഞ്ഞു വരത്തുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നല്ലതായിട്ട് കലങ്ങിയിരിക്കുക, കുറുകിയിരിക്കുകയല്ല, നന്നായിട്ട് വെള്ളത്തിൻ്റെ ആ ഒരു ഇത് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് വെള്ളമുണ്ട്, അതൊന്ന് തിളച്ച് ആ വെള്ളം ഒന്ന് ലേശം വറ്റി കുറുകി വരണം. അതവിടെ ഇരുന്ന് തിളച്ച് വറ്റി കുറുകട്ടെ. പക്ഷെ കൈവിടാതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളകി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും, കരിഞ്ഞും പോകും. അങ്ങനെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്, വെള്ളത്തിൻ്റെ അംശം എല്ലാം കുറഞ്ഞു. ഇതിലേക്ക് നമ്മളിനി മാങ്ങ ഇടാൻ പോവാണ്. നമ്മുടെ മാങ്ങ എല്ലാം കൂടെ അങ്ങോട്ടിട്ട് മിക്സാക്കും നന്നായിട്ട്. ആ കളർ കോമ്പിനേഷൻ കണ്ടോ, നല്ല അടിപൊളി കളർ കോമ്പിനേഷനിൽ. അങ്ങനെ ലൈറ്റ് യെല്ലോ, ആ റെഡ്, പിന്നെ മറ്റേ പച്ച മാങ്ങയുടെ കളറ്, നല്ല കോമ്പിനേഷൻ. അങ്ങനെ ഇളക്കണം, എല്ലാ മാങ്ങയിലും നമ്മുടെ അരപ്പ് പിടിച്ച് നന്നായിട്ട് ഇളക്കണം. ഇളക്കി കഴിയുമ്പം ആ വെള്ളമൊന്നും, ഇതിൻ്റെ അംശമൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല. നന്നായിട്ട് ആ മാങ്ങയിലങ്ങ് പിടിക്കും. ഇളക്കി ഇപ്പം കാണുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും. അതുപോലത്തെ കളറും ആ മണവും ഒക്കെ അങ്ങോട്ട് മുകളിലോട്ട് അടിച്ച് കയറുന്നുണ്ട്. ഈശ്വരാ, കൺട്രോൾ തരണേ. അങ്ങനെ ഇളക്കി നമ്മളെല്ലാം ഓരോ മുക്കിലും മൂലയിലുള്ള മാങ്ങ നമ്മളങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പിലും കൂടി ഇടും. ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇരിക്കട്ടെ. അങ്ങനെയൊന്നുമല്ല കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടും ലാസ്റ്റ് ആ കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ. അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് തീയൊക്കെ അണച്ച്, എപ്പോഴേ തീ അണച്ച്, നമ്മൾ അരപ്പ് തിളച്ച് വറ്റി വന്നില്ലേ, ആ ലാസ്റ്റ് നമ്മൾ തീ അടയ്ക്കും. അതിന് ശേഷം മാത്രമേ മാങ്ങ ഇടത്തുള്ളൂ. മാങ്ങ ഇടുമ്പോൾ മുതൽ നമുക്ക് തീയുടെ ആവശ്യമില്ല. എല്ലാം മിക്സ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ മാങ്ങ ഉപയോഗിക്കത്തുള്ളൂ. ഒരു മിനിമം ഒരു ഉച്ചയ്ക്ക് വെക്കുന്നെങ്കിൽ വൈകിട്ടൊക്കെ മാങ്ങ അങ്ങ് സെറ്റാവും, എല്ലാ അരപ്പെല്ലാം പിടിച്ച് എല്ലാം സെറ്റാവും. അത്രയൊരു സമയം വേണം, നല്ല കറക്റ്റ് രുചി നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഇവിടെ നമ്മുടെ മാങ്ങ അച്ചാർ, അങ്ങനെ കിളിച്ചുണ്ടൻ മാമ്പഴം കൊണ്ടിട്ട അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഓരോ കഷ്ണവും നമുക്കെടുത്തിനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. അല്പസമയം കഴിയട്ടെ. ഇപ്പം നോക്കിയാൽ ഒരു രുചിയും നമുക്ക് അറിയാൻ പറ്റത്തില്ല, മാങ്ങയിലൊന്നും തന്നെ പിടിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പം പല വെറൈറ്റി മാങ്ങകൾ ലഭിക്കുന്ന സമയമാണ്. കിളിച്ചുണ്ടൻ, കർപ്പൂരമാങ്ങ, നാട്ടുമാങ്ങ, അങ്ങനെ പലതരം മാങ്ങ. കിട്ടുന്ന മാങ്ങയെല്ലാം കൂട്ടി വെച്ച് ഇങ്ങനെ ഒരു അച്ചാറൊക്കെ ഇട്ട് നോക്കാവുന്നതാണ്. മാങ്ങ സീസണാണല്ലോ.